അതെ ഇപ്പൊ ദോരേനെയും സുമേനെ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് ഓടിക്കണം. അത്രല്ലേ കാര്യമുള്ളൂ. അത് എന്താന്നൊരു ഐഡിയ പറയും. ഐഡിയ ഉണ്ട്. നമ്മുടെ റസിയാട് ഉമ്മ കിടന്ന് മരിച്ച മുറിയാണത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഉമ്മ പ്രേതമായിട്ട് വന്ന ദിവസമാണെന്ന് പറയാം. പരീക്ക ഈ പ്രേതം എന്ന് പറഞ്ഞ തമിഴന്മാർക്ക് ഭയങ്കര പേടിയാണ്. പൊയ്ക്കോളൂ ഇന്ന് രാത്രി തന്നെ. എന്തേ നിങ്ങൾ വെറുതെ ഉണ്ടാകുന്ന നിന്ന പ്രേതം എന്റെ ഉമ്മ. ഒന്നാമത്തെ ശരിയാവില്ല. മരിച്ച ആൾക്കാരിനൊക്കെ ഒന്നാമത്തെ അങ്ങനെ പറയാൻ പറ്റുമോ? സ്വർഗത്തിൽ കിടക്കണ ആൾക്കാരിനെ വെറുതെ നമ്മള് ചാത്തനേറിയ ചാത്തനേറി നടത്താന്ന്. ഇവര് കിടന്ന് ഉറങ്ങി കഴിയാന്നിരുന്ന നല്ല കരിങ്കല്ല് വെച്ചിട്ട് വാതിലിട്ട് ഊടുമിട്ടൊക്കെ എറിയാ പറഞ്ഞ അങ്ങടെ പേരുടെ മുകളിലല്ലേ വന്ന് കൊള്ളണേ. പിന്നെ കാര്യം പറയണ്ടേ, ഇത് ഉത്തരത്തിൽ എടുക്കാൻ വേണം, കക്ഷത്തില് വീഴാനും പറ്റൂലെന്ന് പറയാൻ ഞാനിപ്പോ എന്താ ചെയ്യണ? വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അതൊന്നല്ലാണ്ട് ഈ നമ്മുടെ ദൊരയുടെ പോട്ടി ചത്തുന്ന് വിളിച്ചു പറഞ്ഞാലോ? പോട്ടിയല്ല പാട്ടി. പാട്ടി ചത്തുന്ന് വിളിച്ചു പറയാം. അപ്പൊ പോയിക്കോളൂല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ പറയണത്? ജീവിച്ചിരിക്കണ ഒരാള് മരിച്ചു എന്നൊക്കെ പറയണത് മോശമാണ് കേട്ടൊക്കെ. ഇതിപ്പോ ഒന്നിട്ട് പറയാനും പറ്റില്ല. കാര്യം നടക്കണം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പാട്ടിയില്ലേ, പാട്ടിക്ക് എന്തോ വലിയ ആക്സിഡന്റ് പറ്റിന്ന് വിളിച്ച് പറയും. എന്തൊരു പ്രാന്താ പറയണ. വീട്ടിൽ നിന്ന് പുറത്ത് കാര്യമുണ്ടല്ലോ അതില്. എന്ത്? പാട്ടി കുളിമുറിയിൽ തെന്നി വീണ് നടു ഒടിഞ്ഞെന്ന് വിളിച്ചു പറയാ. അപ്പൊ നോക്കണമെങ്കിൽ സുമേനയും കൊണ്ടുപോകണം, ഇയാളും പോകേണ്ടി വരും. ഈ ദോരയുടെ നമ്പർ ഉണ്ടായില്ലേ? ദോരയുടെ നമ്പർ എന്റെ ഫോണിലുണ്ടോ? എന്റെ ഫോൺ എടുത്തായി. റസിയുടെ ഫോൺ കൊടുത്തോ? അതിൽ വിളിക്കാം. നമ്മുടെ നമ്പർ ചിലപ്പോ എന്റെ ഫോൺ എടുത്താൽ മതി, അതിൽ വിളിക്കാം. ഓളുടെ നമ്പറിൽ വിളിക്കാം. എന്താ കാണിക്കുന്നത്? അതല്ല അല്ലേ, ഫോൺ എടുക്കാതെ ഇട്. ഫോൺ ഇട്. எத்தனை இருக்குதுல்ல? ஏன்டி இது சத்தம் கம்மி பண்ணி வச்சிருக்குது? பிர்ன்னு அடிச்சிட்டு இருக்கு. யாரு இது இந்த டைம்ல? ஹலோ ஹலோ, இது துரையா? அண்ணா, நான் கோயம்புத்தூர்னு பேசிட்டு இருக்கேன். உங்க பாட்டி பாத்ரூம்ல வீண ஆக்சிடென்ட் ஆகியோட அட்மிட் பண்ணி இருக்கேன். நீங்க யார் பேசுறது? நான் அது வந்து சிவா, இந்த ஹாஸ்பிட்டல் அட்டெண்டர். பாட்டுக்கு பிரச்சனை ஒன்றும் இல்லை. தண்டல் ஒடிஞ்சிருக்கு, கை கால் ஒடிஞ்சு தூங்கி இருக்கு. ப்ராப்ளம் இல்லை. சாசம் உண்டு. சாசம் துரை அழுது கொண்டு இருக்கு. இங்க சீக்கிரம் பாயோ. பாட்டி தந்த நம்பர் இது துரை இல்லையா? சீக்கிரம் பாயோ. கௌதம் ஹாஸ்பிட்டல் கோயம்புத்தூர். கௌதம். சரி சரி சரி. பாட்டி பாட்டி ஆமா போயிடுச்சா? ஓடி அலையா, பாட்டு கீழே விழுந்து கால் எலும்பெல்லாம் ஒடிச்சிருச்சுது. இந்த போன் வந்திருக்கு. പാട്ടി വീണോ? കാലില്ല, എലുമ്പെല്ലാം ഒടിച്ചിരിക്കുന്നു. സീക്കിരം വാടി சொல்லி போடு. സാരമില്ല, വയസ്സായ ആൾക്കാരല്ലേ, കുഴപ്പമില്ല. அதுலதான் இந்த கௌதம் ஹாஸ்பிட்டல் இருக்குது அங்க கோயம்புத்தூர்ல. சரி, கட்டண்டர் தான் இப்ப போன் பண்ணி சொன்னாங்க. இனி ഇവിടെ അധികം നിൽക്കണ്ട, വേഗം പോയിക്കോ. ஆமா, இப்பதான் போறோம். சுமாடி வாடி, சீக்கிரம் ரெடி போலாம். எங்க போறோம். பாட்டு கீழே விழுந்துருச்சுன்னு போன் வந்துச்சுல. நான் வரல மாமா, நான் வர மாட்டேன். நீ எப்படி சொல்ற? நீ வா. பாட்டிக்கு உடம்பு சரியில்லாம தான. என்னால அங்க வந்து பார்க்க முடியாது. போதும் நான் பாடுபட்டது. அது வந்து വർത്തമാനോടി. ஆமா, இந்த மாதிரி டைம்ல அந்த மாதிரி பேசலாமா? நம்ம மனித மாதிரி தானே. நீ வா சீக்கிரமா. நான் மனுஷியே இல்ல, நான் வர மாட்டேன். அப்படி சொல்லாதே. என் தாய் என்ன பத்த வழிக்கு இறந்து போனது. என் பாட்டி தான் என்ன வளர்த்து இவ்வளவு பெருசாகிறது. என் பாட்டி இல்லாம என்னால வாழ முடியாது. நீ சீக்கிரம் வாடி. சரி சரி, தெரிய வேண்டாம், நான் வர மாட்டேன். அந்த மாதிரி சொல்லக்கூடாது. நீ வா. எது? வாடி போலாம். நான் வர மாட்டேன் மாமா. കൂടെ ചെല്ല്, മോശമാണത്. ഏട്ടനെ അറിഞ്ഞൂടാ, എന്നെ കൊണ്ട് പാടെടുക്കാൻ വയ്യന്നേ. എനിക്ക് ഒരാഴ്ച எனக்கு பாட்டி தான் பெருசு. அதுக்கப்புறம் தான் நீ வரியா இல்லையா? நான் வர மாட்டேன், நீ கிளம்பு. சொல்லுது, வர சொல்லுது. சீக்கிரம் வாடிங்க. என்னது? கிளம்புன்னு சொல்றல, கிளம்பு நீ. நான் வர மாட்டேன். അളിയാ, ഇവള് വരലെന്ന് വേണം. എനിക്ക് പോയിട്ടാ അവളോ. ശരി, നീ വേഗം ചെല്ല്. എനിക്ക് പാട്ടി தான் വേണം. വേണോ? പാട്ടി കരയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് പാട്ടി വീട് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കരയേണ്ടത് കാര്യമുള്ളത്? എന്ത് കരയിലാണ് ഇങ്ങനെ കരയുന്നത്? അളിയ, ഇങ്ങനെ കരയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഇത് വെച്ചോ. അത് വേണം അളിയാ. ജോസൂട്ടി പറഞ്ഞ. ഞാൻ കുറച്ചേരം വന്നിട്ട്. എങ്ങടാ പോണ്? അളിയൻ പോവാണ്. എവിടെ പോവാ?
നാട്ടിലേക്കാ പോവുക? ഇപ്പൊ വന്നല്ലോ. എന്താ ഇപ്പൊ നടക്കുന്നത്? ആരെ പറ്റി? പാട്ടി ആ ആ അളിയന്റെ അമ്മമ്മേ ആ വീട്ട് ആസ്പത്രിയിലാണ്. അള്ളാന്റെ റബ്ബേ, പടച്ച റബ്ബേ. പറ്റിയെന്നിട്ട് പറ്റാനെന്താ തണ്ടലൊക്കെ പോയി കിടക്കാണ്. പിന്നെതാ കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് ഇതാ ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നത്. അമ്മോ, എന്താ ഈ കേൾക്കണ് പടച്ചോനെ? പിന്നെ എന്താ നിക്കണ്? പോ. ഒരു കാര്യം ചെയ്യ്, അതിന്റെ ആ ബൈക്കിലെ ആ ബസ് കിട്ടുന്ന സ്ഥലത്ത് ഒന്നും ആയിക്കോട്ടെ. എങ്ങനെ ബൈക്കിന്റെ മുകളിൽ 3 ആള് പോണ്? 3 ആള് പോണില്ല, ഒരാളെ പോണുള്ളൂ. സുമ പോണില്ലേ? സുമ പോണില്ല, സുമ പോണില്ലാന്ന്. അതെങ്ങനെ ശരിയാവണം? എന്താ ഈ പറയണത്? ആ അതന്നെ, ഒരു പെണ്ണിന് വയ്യാതെ കിടക്കുമ്പോ വേറൊരു പെണ്ണ് വേണം നോക്കാൻ നിക്കാൻ. പിന്നല്ലാണ്ട് ഈ ചെല്ലു സുമേ ദുഷ്ട മനസ്സാവല്ലേ? റസിയച്ചിക്ക് കാര്യങ്ങൾ അറിഞ്ഞൂടാത്തോണ്ടാ. വീട്ടിലോ 24 മണിക്കൂറും വഴക്ക്. ഇനി ആശുപത്രി കൂടി ചെന്ന് വഴക്കൂടാൻ വയ്യ. അത് കുഴപ്പമില്ല സുമി, ഇപ്പൊ തണ്ടലൊടിഞ്ഞ് കിടക്കല്ലേ, വലിയ ശൗര്യമൊന്നും ഉണ്ടാവൂല. തണ്ടല്ലേ ഒടിഞ്ഞുള്ളൂ, തള്ളയുടെ നാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. തനിയെ പറഞ്ഞാണ്. അല്ല ഇതുവരെ ഈ സുമേനായിട്ട് ചെല്ലാനല്ല ഫോൺ വിളിച്ചാൾ പറഞ്ഞത്. അത് ഉനക്ക് എപ്പടി തരും? അല്ല അങ്ങനെ ആവൂലോ പറഞ്ഞിണ്ടാവുക സാധാരണ. അപ്പൊ അല്ലാണ്ട് ഇപ്പൊ ഒരാളെ ഇവിടെ നിർത്തിയിട്ട് പോവോ ആരെങ്കിലും? അതെ, എളുപ്പമില്ലാത്തൊരു വരവാണ്. എനിക്ക് പാർട്ടി വേണം, എന്നൊന്ന് കൊണ്ടുകൂടെ സൊല്ലടിയാ. ഒന്ന് കൊണ്ടുവിട്. അല്ല ഇവൾക്ക് വീട്ടിൽ നിൽക്കാലോ, ഇപ്പൊ അവിടെ ആരുമില്ലല്ലോ. ഞാൻ പാർട്ടി സത്താ കൂടി തിരുമ്പി പാക്ക കൂടാ. ഞാൻ വരല. നീ പോടി. ഒന്ന് ചെല്ലിന്റെ ജോസൂട്ടിയെ. ഇപ്പൊ ചെയ്ത പണിയൊക്കെ പാടിയല്ലോ. അതെ, വെള്ളം തിളച്ചിട്ട് വരി എടുപ്പത്തിന് എല്ലാം കുട്ടികൾ പട്ടിണിയാവും. അല്ല സുമക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലാട്ടോ, അതില് പോവാ. വേണ്ട. ഒരു കഷ്ടാണ് ഇതിപ്പോ. എന്തപ്പോ ഓൾക്ക് എന്തപ്പത് പോവാത്ത? എന്താ എന്റെ കഷ്ടകാലം, വേറെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അനക്കൊന്ന് ശരിക്കും പറഞ്ഞു കൊടുത്തൂടെ? എന്ത് പറഞ്ഞു കൊടുക്കണ്? അല്ല അങ്ങനെ തള്ള വയ്യാണ്ട് എടുക്കല്ലേ, പോവാൻ പറഞ്ഞൂടെ? എന്റെ പൊന്ന് ചെങ്ങാതി, ഇവര് രണ്ടാളും കൂടി പോവാനിരുന്നതാണ്. എപ്പോ? 10-15,000 റുപ്യ മറ്റേ 50,000-ന്റെ കേസിലേ 10-15,000 റുപ്യ ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാം വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതാണ്. ആ 2 മണി ട്രെയിന് പോയിരുന്ന രണ്ടാളും കൂടെ. എന്നിട്ട് പിന്നെ എന്താ ഇപ്പൊ മാറ്റി? അപ്പോഴേക്കല്ലേ മറ്റേ ഏതോ ഒരു കുരുത്തങ്കട്ടം വിളിച്ചത്, ഫോൺ വിളിച്ച് പറഞ്ഞ തള്ള അങ്ങനെ വീണിട്ട് ആസ്പത്രിയിലാന്നുള്ള കാര്യം. റബ്ബേ, ആ കള്ള പന്നീന്റെ ഇപ്പൊ എന്റെ കയ്യിലാണ്ട് കിട്ടിയാണ്ടല്ലോ. ആരെ? ജോസൂട്ടീനെ. ജോസൂട്ടി എന്ത് കാട്ടി വരും കുട്ടി? അന്ന് എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല എന്റെ വാസുട്ടിയെ.